ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ടായിരുന്നത് 3 കാർഡ്സാണ്. 3 ഓഫ് പെൻറ്റക്കിൾസ്, ഹൈ പ്രീസ്റ്റസ് ആൻഡ് സൺ കാർഡാണ്. അപ്പോൾ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ കുറേ കാര്യങ്ങൾ, അതായത് ഒരു 2-3 ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ സമയം നിങ്ങൾക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഉറക്കമളച്ച് ചെയ്ത ആ ഒരു ജോലിക്കുള്ള ഫലം നിങ്ങൾക്കിവിടെ കിട്ടുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങൾ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഓർത്ത് ഒരു അഭിമാനമൊക്കെ ഇവിടെ തോന്നുന്നു എന്നുള്ളതാണ്. എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ആ ഒരു തോന്നലും നിങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ സ്വയം അഭിമാനിക്കുന്ന ഒരു എനർജി കൂടിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത് എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്കുള്ള കഴിവുകൾ എന്താണെന്നും അതുപോലെ നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നും മറ്റുള്ളവർ ഈ ഒരു സമയം തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ കഴിവിൽ മറ്റുള്ളവർ ഒരുപാട് അഭിനന്ദിക്കുന്ന ഒരു എനർജി കൂടിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്തു തീർക്കാൻ സാധിക്കും എന്നാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ആ ഒരു ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു സമയം ഡയറക്റ്റായിട്ട് ഡിവൈനിൽ നിന്ന് ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ ആളുകൾക്ക് ഈ സമയം മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾ പാസ്റ്റിൽ ചോദിച്ചിരുന്ന ഏതെങ്കിലും ചോദ്യങ്ങൾക്കുള്ള ആ ഒരു ഉത്തരം ഈ സമയം ഒരു ഇൻറ്റ്യൂഷനായിട്ട് നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, അതിനെക്കുറിച്ചൊരു മെസ്സേജ് ഈ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. ചിലപ്പോൾ ഇത് വേറെ ആരുടെയെങ്കിലും ഒരു മെസ്സേജിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്ന എന്തെങ്കിലും ഒരു മെസ്സേജ് ആവാം, എന്തെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഒരു റിയലോ ഒക്കെ നിങ്ങൾക്ക് അയക്കുന്നതിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങളുടെ കഴിവും ശക്തിയും ഒക്കെ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ മുന്നോട്ടുള്ള വഴികാട്ടി നിങ്ങളുടെ സോൾ തന്നെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ഈ സമയം നിങ്ങളിൽ വരുന്ന തോന്നലുകളെ നിങ്ങൾ വെറും തോന്നലുകളാക്കി അവഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് തീർച്ചയായും ഈ ഒരു സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ ഈ സമയം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. മാത്രമല്ല നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി വളർത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വരുന്ന ഇൻറ്റ്യൂഷൻസ് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക. അത് നിങ്ങളെ മുന്നോട്ട് നയിക്കും എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാൻ പോകുന്ന പല കാര്യങ്ങളും അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും എന്നാണ് ഇതിൽ കാണുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനായിട്ട് അത് കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. പിന്നെ സൺ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ സക്സസ്സും ഒരു സന്തോഷവും ഒക്കെ ഉണ്ടാകുമെന്നാണ് കാണുന്നത്. നിങ്ങൾ വളരെ കാലം നിങ്ങൾക്ക് നീണ്ടു നിൽക്കുന്ന ഒരു സന്തോഷം,
അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നുവെന്നാണ്. പിന്നെ ധാരാളം മാജിക്കൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുവെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ആ ഒരു കാര്യം ഫ്യൂച്ചറിൽ കൃത്യമായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം അത് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സക്സസ്സിലെത്തിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിലുള്ള ആ ഒരു നിരാശയൊക്കെ ഇവിടെ മാറ്റണം എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളിവിടെ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കുറേ കാലം കൊണ്ട് കാത്തിരുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഒരു ജോലിയാകാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ ഒരു റിസൾട്ട് ആകാം, അല്ലെങ്കിൽ ഒരു യാത്രയാകാം. ഒരു പക്ഷേ പാസ്റ്റിലെ ആ ഒരു കർമ്മ ഇവിടെ റിലീസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സമയം അനുകൂലമായി വരുന്നു എന്നുള്ളതാണ്. കുറേ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിങ്ങൾക്കൊരു പുതിയ വെളിച്ചം കിട്ടുന്ന ഒരു സമയമാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് വളരെ സന്തോഷങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. നിങ്ങളുടെ ഫാമിലിയോടൊപ്പം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്നതാവാം. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് തീർച്ചയായും ഈ സമയം ഉണ്ടെന്നുള്ളതാണ്. നിങ്ങൾ കുട്ടികളുമായിട്ട് പുറത്തു പോകുന്ന ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതൊരു യൂണിയനാണ്, ഒരു ഹാപ്പി ഫാമിലിയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടുന്ന ഒരു എനർജി ഇതിലുണ്ട്. ചില ആൾക്കാർക്ക് പെട്ടെന്നൊരു ട്രാവൽ ചെയ്തു പോയി നിങ്ങളുടെ ഫാമിലിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവരുമായി കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ളൊരു ചേഞ്ച് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഫാമിലിയെ കാണണമെന്നൊക്കെ തോന്നി നിങ്ങൾ പെട്ടെന്ന് തീരുമാനമെടുത്ത് അവരുടെ അടുത്തേക്ക് പോകുന്ന ഒരു എനർജി ഉണ്ട്. മാത്രമല്ല ഇവിടെ നിങ്ങളുടെ കുട്ടികളുടെ നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എന്തായാലും ഫാമിലിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങളിവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ സമയം നിങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികളോടൊപ്പം നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ ഇവിടെ പറ്റുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയുമുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. നമ്മൾ പാസ്റ്റിൽ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിരുന്ന, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വേണമെന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇവിടെ ദൈവം കാണിച്ചു തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് 10 ഓഫ് കപ്സും 10 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലായിരുന്നാലും ചിലപ്പോൾ നിങ്ങൾക്കൊരുപാട് ബാധ്യതകളിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പോലും, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വസ്തുവോ പൈസയോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ ആയാലും അതിനെല്ലാം ഇവിടെ മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഇരുളടഞ്ഞ ആ ഒരു ജീവിതത്തിലേക്ക് ഒരു പുതിയ വെളിച്ചം എത്തുന്നുണ്ട് എന്നുള്ളതാണ്. കുറേ ആൾക്കാർക്കും ഈ സമയം ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വസ്തുക്കളൊക്കെ വിൽക്കാനിട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് അത് വിറ്റ് ആ ഒരു പൈസ നിങ്ങളിലേക്ക് വരുന്നതാവാം. അതുപോലെ ഇവിടെ ബിസിനസ്സിലൊക്കെ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. ഒരു പ്രമോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിവിടെ കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ വളരെ സെക്യൂർഡ് ആയിരിക്കും എന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്നുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത്. പിന്നെ ഇവിടെ ടെമ്പറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾക്കുള്ള ആ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. അതായത്
പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ആകാനൊക്കെ സാധിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ നിങ്ങൾ ലിമിറ്റേഷൻസ് വെച്ചിരുന്നുവെങ്കിൽ, സെൽഫായിട്ടൊരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ ഇവിടെ തുടങ്ങിയെന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഈ സമയമുണ്ടെന്നാണ് കാണുന്നത്. ചിലപ്പം ഈ ഒരു അടുത്ത സമയത്ത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ വന്ന മാറ്റം അത് നിങ്ങളെ ഒരുപാട് കാര്യങ്ങളിൽ സക്സസ് ആക്കിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും സക്സസ് ആകുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നെഗറ്റീവ് എനർജിയിൽ ഇരുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളതെല്ലാം മാറ്റിയിട്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇവിടെ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഇത്. നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ നിങ്ങളിവിടെ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. അത്തരത്തിൽ മുന്നോട്ട് പോകാനുള്ളൊരു ഊർജം നിങ്ങൾക്ക് ഈ സമയം കിട്ടുമെന്നുള്ളതാണ്. ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നല്ല പോലെ ആലോചിച്ച് നല്ലൊരു തീരുമാനമെടുത്ത് ഇവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളെ അനുസരിക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര വില തരാതിരുന്ന ആൾക്കാർ ഈ ഒരു സമയം നിങ്ങൾ പറയുന്നത് കേട്ടേ പറ്റുകയുള്ളൂ എന്നുള്ളൊരു അവസ്ഥ വന്നേക്കാം. പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് എന്നൊരു സാഹചര്യമൊക്കെ ഇവിടെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചില ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങൾ പറയുന്നത് ശരിയാണെന്നും, നിങ്ങൾ പറയുന്ന വാക്കുകൾ ശരിയാണെന്നും, നിങ്ങളുടെ പ്രവർത്തികൾ ശരിയാണെന്നും, ഓവറോൾ നിങ്ങൾ നല്ലൊരു പേഴ്സൺ ആണെന്നുമുള്ള ഒരു തോന്നലൊക്കെ അവർക്ക് വരാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗൈഡൻസ് കിട്ടുന്നുവെന്നും കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് അടുത്തതായി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾക്ക് പല കാര്യത്തിലും വരുത്തേണ്ടത്, അത്തരത്തിലൊരു ഗൈഡൻസ് നിങ്ങൾക്കിവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ ചില ആൾക്കാർക്ക് ഇവിടെ സാധിക്കുന്നുണ്ട് എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ നിങ്ങൾക്കിവിടെ സാധിക്കുന്നുണ്ട്. ഈ സമയം നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾ വളരെ ആലോചിച്ചെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾ പ്രാക്ടിക്കലുമാണ്, എന്നാൽ മറ്റുള്ളവരോട് സ്നേഹവും സഹതാപവും ഒക്കെ ഉള്ളൊരു എനർജി ആണ്. അപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ യഥാർത്ഥ ഗുണത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ ഇവിടെ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു സമയം. പിന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഇതിലൊരു നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്ന കുറച്ചാളുകളുടെ ഒരു എനർജിയാണ്. മാത്രമല്ല ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെയും ഒരു എനർജി ഉണ്ട്. അപ്പോൾ ഒരു നഷ്ടബോധത്തിലൊക്കെ ഇരിക്കുന്ന കുറച്ചാളുകളുടെ ഒരു എനർജിയാണ്. അപ്പോൾ മുന്നിലുള്ള പല കാര്യങ്ങളും ചെയ്യാതെ ഉത്തരവാദിത്തത്തിൽ നിന്നൊക്കെ നിങ്ങൾ ഒളിച്ചോടുന്ന ഒരു എനർജിയാണ്. കാരണം നമ്മളിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ്. അതായത് നിങ്ങളുടെ നെഗറ്റീവ്സിൽ മാത്രം നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജീവിതത്തിലൊരു നിരാശ ബാധിച്ച പോലത്തെ ആ ഒരു എനർജിയിലാണ് നിങ്ങളിൽ ചില ആളുകളെന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഒന്ന് ആക്റ്റീവ് ആവുക എന്നുള്ളതാണ്. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് യാത്ര പോകാനൊക്കെ ഒന്ന് ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങളൊന്ന് യാത്ര പോവുക. മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നിങ്ങളിവിടെ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് മുന്നിൽ സന്തോഷിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളിലിപ്പോൾ ഇല്ലാത്ത എന്തോ ഒന്നിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിന് ഇവിടെ മാറിത്തുടങ്ങുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസൊക്കെ നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ സാധ്യതകളെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങൾ കാണാത്ത എന്തോ ഒരു നിധി നിങ്ങളിലേക്കിവിടെ വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വേറെന്തോ ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമല്ലായിരിക്കാം നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്കിപ്പം വരാൻ പോകുന്ന ആ ഒരു കാര്യം
നിങ്ങൾ ഉദ്ദേശിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറം ഒരു സന്തോഷം, ദൈവത്തിൻ്റെ ആ ഒരു കരുതൽ അത് ഇവിടെ വരാൻ പോകുന്നുവെന്ന് നിങ്ങൾ തിരിച്ചറിയാനുള്ളൊരു മെസ്സേജാണ് ഇത്. ശരിക്കും എന്തോ ഒരു കാര്യം ഇവിടെ നിങ്ങൾക്ക് മിസ്സിങ് ആണ് എന്നാണ്. അപ്പോൾ ആ ഒരു മിസ്സിങ്ങിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. എന്തെന്നാൽ അങ്ങനെ ചെയ്താൽ നമ്മുടെ മുന്നിലുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റാതെ വരും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങളൊന്ന് ഉയർത്തെഴുന്നേറ്റ് ഇവിടെ വരണം എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു ചെറിയ കാര്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളെ വളരെയധികം ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും അതിനിവിടെ തുടക്കം കുറിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ പറ്റിയ ആ ഒരു കാര്യം, അതായത് ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതോ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിവിടെ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഏസ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുമെന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് പോകാനുള്ള ആ ഒരു എനർജി ഈ സമയം ഉണ്ടെന്നും കാണുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഊർജം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ഇത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ മാറ്റാൻ തീർച്ചയായും നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്കിവിടെ വളരെ ആക്റ്റീവായിട്ടിരിക്കാൻ സാധിക്കും എന്നാണ്. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ തടസ്സങ്ങൾ മാറ്റാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ചിന്തിച്ച് അതിൽ നിന്ന് പുറത്ത് കടക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പല കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. നിങ്ങൾ ആലോചിച്ച് പല കാര്യങ്ങളും ചെയ്യുമെന്നാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ഒബ്സ്റ്റക്കിൾസൊക്കെ മാറ്റിക്കളയാനുള്ള ധൈര്യം ഈ ഒരു സമയം നിങ്ങൾക്കുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഹെർമിറ്റിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഇപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് കാണുന്നുണ്ട്. യൂണിവേഴ്സിൽ നിന്നും ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ഹാർട്ട് ചക്ര ഓപ്പൺ ആകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ സ്പിരിച്വൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങൾ അത് തുടർന്ന് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഈ സമയം ചില ആളുകൾക്ക് ആൾക്കൂട്ടത്തിൽ നിന്നുമൊക്കെ ഒന്ന് തനിയെ മാറിയിരിക്കാനും ഒന്ന് ഒറ്റയ്ക്കിരിക്കാനുമൊക്കെ തോന്നുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളിൽ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ, മെഡിറ്റേഷനും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ സമയം കണ്ടെത്തുന്നുണ്ടാവാം. അപ്പോൾ ഈ സമയം നിങ്ങൾക്ക് സ്പിരിച്വലി സെൽഫായിട്ടുള്ളൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും മെഡിറ്റേഷനും ഒക്കെ നല്ലൊരു കോൺസെൻട്രേഷൻ കിട്ടും എന്നും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ ഉള്ള ഒരു പ്ലാനിങ്ങിലാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ഇവിടെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്ലാനിങ് ആണ്. അതിന് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതിന് മുന്നേ ഒരു പ്ലാനിങ്ങിലാണ് എന്നാണ്. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ശരിക്കും പ്ലാനിങ് നല്ലതായാൽ മാത്രമേ നിങ്ങൾ ചെയ്യുന്ന കാര്യം സക്സസ് ആവുകയുള്ളൂ. അതുപോലെ നിങ്ങൾ എന്തോ ഒരു കാര്യം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ചെയ്യാനുള്ളൊരു കാര്യം അത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈമിങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ചാടിക്കയറി ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഈ ഒരു സമയം വളരെ കൂർമ്മ ബുദ്ധിയോടെ ആലോചിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ ഓഫീസിലെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. നിങ്ങളിപ്പോൾ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾ അനുകൂലമായൊരു സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങളെ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ വീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഏഞ്ചൽസ് ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അവർ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
പിന്നെ ഇവിടെ ക്ലിയർ വിഷനാണ്. പല കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു അവബോധം ഉണ്ടായിരിക്കും എന്നാണ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ ആഘോഷിക്കാൻ തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ന്യൂസ് നിങ്ങളുടെ ലൈഫിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അതൊരു വിവാഹമാകാം, അല്ലെങ്കിൽ ഒരു ജോബ് ഓഫർ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ട് നിങ്ങൾ കരുതുന്ന ഏതെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും സന്തോഷം വരുന്നതിൻ്റെ ഒരു സന്തോഷം അത് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഇവിടെ പറ്റുന്നുവെന്നും കാണുന്നുണ്ട്. എന്തായാലും ഈ സമയം നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിനൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എത്ര സന്തോഷം വന്നാലും ആ സന്തോഷത്തിൻ്റെ പിന്നിൽ എന്താണ് എന്ന് മനസ്സിലാക്കുക. ആ സന്തോഷം തന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും പറയേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം ശരിക്കും നിങ്ങൾക്ക് ഫാമിലിയോടൊരു അടുപ്പമൊക്കെ തോന്നും എന്നാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 7 ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എത്ര തടസ്സങ്ങൾ വന്നാലും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കേണ്ടതാണെന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഐഡിയ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിരിക്കാം. മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് മാത്രമല്ല പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ അതാണ് എന്നാണ്. അപ്പോൾ അതാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. എല്ലാവരും ചിലപ്പോൾ കുറ്റം പറയുമായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുമായിരിക്കാം. പക്ഷേ ആ ഒരു ഒറ്റപ്പെടലും ആ ഒരു ഒഴിവാക്കലും ഒക്കെ നിങ്ങളെ വേറൊരു തലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഒരുപക്ഷെ ആരും കൂട്ടിനില്ലാതെ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക നമ്മളെ ദൈവം കരുതാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒറ്റപ്പെടുത്തൽ നമുക്ക് തരുന്നത് എന്ന്. ദൈവമായിട്ട് നമ്മളെ ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയൊരു പദ്ധതിയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെ മനസ്സിലാക്കാത്ത ആൾക്കാരിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ എനർജിയിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഒറ്റപ്പെടൽ നമുക്ക് തരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ എനർജി ലെവലുമായിട്ട് ഒത്തുചേരാത്ത ആൾക്കാരെ ദൈവം തന്നെ ഒന്ന് മാറ്റി എന്ന് കരുതുക. അപ്പോൾ വീണ്ടും നമ്മളതോർത്ത് വിഷമിക്കാതിരിക്കുക. അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ ശരിയാണെങ്കിൽ അത് എപ്പോഴാണെങ്കിലും മറ്റുള്ളവർ നമ്മളെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു സമയം നിങ്ങളിലേക്ക് ഇവിടെ എത്തുന്നുണ്ട്. കാരണം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് 3 ഓഫ് പെൻഡക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. പിന്നെ ഇവിടെ ഹൈറഫൻ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്തിലേക്ക് നിങ്ങൾ എത്തണമെന്നുള്ള ആ ഒരു തീരുമാനം ഇവിടെ എടുക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളൊരു റിലേഷൻഷിപ്പ് എൻഡ് ആക്കുന്നതാവാം, അല്ലെങ്കിൽ ചില വ്യക്തികളോട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്ട്രിക്റ്റായിട്ട് പറയേണ്ട ഒരു സാഹചര്യമായിരിക്കാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് കുറച്ച് ഇവിടെ സ്ട്രെങ്ത് ആവശ്യമുണ്ടാവാം. നോർമലി പറയും പോലെ പറയാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ സ്ട്രെങ്ത് സംഭരിക്കാൻ ഇവിടെ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. മാത്രമല്ല ഇതിനകത്ത് നിങ്ങൾക്കൊരു ഗൈഡൻസ് കിട്ടുന്നു എന്നുകൂടി കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഗൈഡൻസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഏഞ്ചൽസിനെയൊക്കെ വിളിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പിതൃക്കളെയോ ദൈവത്തിനെയോ ഒക്കെ നിങ്ങൾ വിളിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏതൊരു തടസ്സങ്ങൾ നിങ്ങളുടെ നേരെ വന്നാലും അതിനെ നിങ്ങൾക്ക് ഇവിടെ മറികടന്നു പോവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളിലേക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തടുത്തു നിർത്താൻ ഇവിടെ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഹൈറഫൻ്റിൻ്റെ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ നല്ലതുപോലെ മെഡിറ്റേഷനൊക്കെ ചെയ്ത് ഒരുപാട് അറിവും വിജ്ഞാനവും ഒക്കെ നേടിയിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് വളരെ പോസിറ്റീവായിട്ട് പെരുമാറാൻ ഈ ഒരു സമയം സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഏസ് ഓഫ് വാൻസ് ആണ്. അപ്പോൾ ഇതിൽ പുതിയൊരു തുടക്കമാണ്,
പുതിയൊരു ഓഫറുമായിട്ട് ആരും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ആക്ഷൻ എടുക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ ഫാഷൻ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളാവാം. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്കത് ഏറ്റവും നല്ലതാണ് എന്നാണ്. അപ്പോൾ ഒരു ക്രിയേറ്റീവ് ഐഡിയ ഈ സമയം കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്.